ഇടുക്കി പന്നിയാറിൽ പുഴയോരത്തെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂപ്പാറയിൽ സംഘർഷാവസ്ഥ. വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പുഴയോരത്തെ പുറമ്പോക്ക് ഭൂമിയിലെ താമസക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ടായിരുന്നു അധികൃതർ എത്തിയത്. അഖിൽ TS വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽ, നിലവിൽ പൂപ്പാറയിലെ സാഹചര്യം എങ്ങനെയാണ്? ഈ സംഘർഷാവസ്ഥ പരിഹരിക്കാനായിട്ടുണ്ടോ? ആര്യ, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ പന്നിയാർ പുഴയോരത്തെ അനധികൃതമായി താമസിക്കുന്ന പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നവരെ ഒഴിപ്പിക്കാനായി അധികൃതർ എത്തിയത്. ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു ഈ പ്രദേശത്ത് താമസിപ്പിക്കുന്നവരെ ഒഴിപ്പിക്കണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ നേരത്തെ നോട്ടീസുകൾ നൽകി. ആ നോട്ടീസുകൾ നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ ഒഴിപ്പിക്കൽ നടപടികളുമായി മുമ്പോട്ട് വന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ നാട്ടുകാർ ഉദ്യോഗസ്ഥരെ തടയുകയും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. നിലവിൽ നാട്ടുകാർ ഉന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് മാറ്റി പുനരധിവാസം ഉറപ്പാക്കാതെ വീടുകളിൽ നിന്ന് മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികളുള്ളത്. കൃത്യമായ പുനരധിവാസം ഉറപ്പു നൽകണം, അല്ലാത്ത പക്ഷം തങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് മാറില്ല എന്ന ഉറച്ച നിലപാടിൽ നാട്ടുകാർ നൽകുന്നു. ഇതാണ് സംഘർഷത്തിലേക്ക് നയിച്ച കാര്യം. നിലവിൽ സംഘർഷാവസ്ഥ മാറി. ഉച്ചയ്ക്ക് ശേഷം കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും തമ്മിൽ ചർച്ചകൾ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ചർച്ചകൾക്ക് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആര്യ, നിലവിലെ നാട്ടുകാരുടെ ആവശ്യത്തിൽ അധികൃതർ നൽകുന്ന മറുപടി എന്താണ്? അതായത് ഉച്ചയ്ക്ക് ശേഷം കളക്ടറുമായുള്ള യോഗത്തിൽ ഈ ആവശ്യം വീണ്ടും ഉന്നയിക്കാനാണ് സാധ്യത, അല്ലേ? തീർച്ചയായും ഈ ആവശ്യം, അതായത് കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കണം എന്നുള്ളതാണ് നാട്ടുകാർ മുൻപോട്ട് വെക്കുന്ന ആവശ്യം. എന്നാൽ ഇത് ഹൈക്കോടതി ഉത്തരവിന്റെ പിൻബലത്തിലാണ് ഉദ്യോഗസ്ഥർ ഇന്ന് ഒഴിപ്പിക്കുന്നതിനായി എത്തിയത്. ഇതിന് ഒരാഴ്ച മുമ്പ് തന്നെ കൃത്യമായി ഒഴിയണം എന്നുള്ള നോട്ടീസ് ഇവർക്ക് നൽകിയിരുന്നു. എന്നാൽ ആ നോട്ടീസിൽ മറുപടി നൽകാതെ വന്നതോടെ, ഒഴിയാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഉദ്യോഗസ്ഥരും KSEB അധികൃതരും ചേർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ എത്തിയത്. ശേഷം ആളുകളെ ഒഴിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഉദ്യോഗസ്ഥരുടെ നടപടി. എന്നാൽ നാട്ടുകാർ സംഘടിതമായി ഇതിനെ എതിർത്തു. കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കാതെ ഈ പ്രദേശത്ത് നിന്ന് മാറില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് പ്രദേശവാസികളുള്ളത്. ഇത്തരത്തിൽ 29ഓളം കുടുംബങ്ങളാണ് ഈ ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നത്. എന്ത് തന്നെയായാലും ഉച്ചയ്ക്ക് ശേഷമുള്ള ചർച്ചയിൽ തങ്ങളുടെ ആവശ്യമായ കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കണമെന്ന ആവശ്യം അവർ മുൻപോട്ട് വയ്ക്കും. അതിനുശേഷം ചർച്ചയിൽ ഉരുത്തിരിയുന്ന തീരുമാനങ്ങളിൽ നിന്നായിരിക്കും ശേഷം നടപടിക്രമങ്ങൾ തീരുമാനിക്കുക. ആര്യ, ഈ യാതൊരു മുന്നറിയിപ്പും നൽകാതെയായിരുന്നോ ഈ അധികൃതർ അവിടേക്ക് ഇത്തരത്തിൽ താമസക്കാരെ ഒഴിപ്പിക്കാൻ എത്തിയത്? അതോ മുൻകൂട്ടി അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നോ? നേരത്തെ, അതായത് ഒരാഴ്ച മുൻപ് തന്നെ ഇത്തരത്തിൽ പ്രദേശത്ത് നിന്ന് ഒഴിയണം, ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം കളക്ടറുടെ നേതൃത്വത്തിൽ ഒരാഴ്ച മുൻപ് തന്നെ ഈ പ്രദേശത്ത് നിന്ന് ഒഴിയണം എന്നുള്ള നോട്ടീസ് ആളുകൾക്ക് നൽകിയിരുന്നു. എന്നാൽ ആളുകൾ നോട്ടീസിൽ ഇതേ ആവശ്യം തന്നെയാണ് മുൻപോട്ട് വെച്ചത്. കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കാതെ 29ഓളം കുടുംബങ്ങളാണ് പ്രദേശത്ത് കുടിയിറക്കൽ ഭീഷണി നേരിടുന്നത്. ആ 29ഓളം കുടുംബങ്ങൾ കൃത്യമായ പുനരധിവാസം അവർക്ക് ഉറപ്പാക്കണം എന്നുള്ള കൃത്യമായ നിലപാടെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ മറുപടികളൊന്നും നൽകാൻ തയ്യാറാവുകയോ അത് പ്രദേശത്ത് നിന്ന് മാറാൻ തയ്യാറാവുകയോ ചെയ്തില്ല. ശേഷം ഇവരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ മറുപടികളൊന്നും ലഭിക്കാതെ വന്നതോടെയാണ് ഇന്ന് രാവിലെ, ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിനും ആളുകളെ ഈ പ്രദേശത്ത് നിന്ന് പുറത്താക്കുന്നതിനുമായി ഉദ്യോഗസ്ഥരും KSEB ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ എത്തിയത്. ആ ഘട്ടത്തിലാണ് നിലവിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ആ പ്രദേശത്തെ ആളുകൾ സംഘടിതമായി എത്തുകയും കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കാതെ ഈ പ്രദേശത്ത് നിന്ന് മാറില്ല എന്നുള്ള കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്.